നിയന്ത്രണങ്ങളാണോ വേണ്ടത്? എങ്ങനെയാണ് അറിഞ്ഞ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക വേണ്ടത്? ഭക്ഷണം ഉം. എങ്ങനെ കഴിക്കണം? ഏതാണ് ന്യൂട്രീഷ്യസ് ആയ ഫുഡ്? ഏതാണ് നമുക്ക് അസുഖം ഉണ്ടാക്കുന്ന ഭക്ഷണം? എന്ന് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കേണ്ട സ്ഥലങ്ങളാണ്. വണ്ടി ഓടിക്കുമ്പം എന്തെല്ലാം സുരക്ഷിത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണം എന്ന് പഠിപ്പിച്ചാ പോരെ? അപ്പൊ ലൈംഗികത എത്ര വയസ്സ് തൊട്ട് പഠിപ്പിച്ച് തുടങ്ങണം? നമ്മൾ പഠിപ്പിക്കേണ്ടത് ജനിക്കുന്ന കുഞ്ഞിനോട് പഠിപ്പിക്കേണ്ട അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് പഠിപ്പിച്ചാൽ മതി. ഓക്കെ. ആ. ലൈംഗികമായ കാര്യങ്ങളിൽ 10 വയസ്സ് വരെ ആർക്കും ഒരു താല്പര്യവും കാണത്തില്ല. ഉം. കാരണം നമുക്ക് അതിന്റെ ചോദന ഉള്ളിൽ നിന്നാണ്. വിശപ്പില്ലാത്തപ്പോൾ നിങ്ങൾ തിന്നാൻ ശ്രമിപ്പിച്ചാൽ ഭയങ്കര പാടാണ്. അതെ, അതെ, അതെ. അത് ഈ ലൈംഗികമായ ത്വര ഉണ്ടാകുന്നത് ഒരു 10 വയസ്സിന് അപ്പുറത്തോട്ട് വരുമ്പോൾ അതിനെയാണ് നമ്മൾ ടീനേജ് എന്ന് പറയുന്നത്. ആ സമയത്താണ് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ ഉണ്ടാക്കിയ കുഞ്ഞുണ്ടാകും. ഉം. മെൻസ്ട്രുവേഷൻ വന്ന് നിനക്ക് അണ്ഡം ഉണ്ടായി. നിനക്ക് സ്ഖലനം ഉണ്ടായി. നിനക്ക് കുഞ്ഞുണ്ടാകും. ഇത്രയും പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുഞ്ഞുണ്ടായി പോകും. ആ കുഞ്ഞുണ്ടായാൽ അതിനെ വളർത്താൻ പറ്റത്തില്ല. വളർത്താൻ പറ്റാനൊക്കെ നീ തന്നെ ഞങ്ങളെ ആശ്രയിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇത്രയും പഠിപ്പിച്ചാൽ പോരെ? അതുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ സുരക്ഷിതമായ മാർഗ്ഗങ്ങൾ പാലിക്കണം. രോഗം വരാനുള്ള സാധ്യതകളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പലതരത്തിലുള്ള ബന്ധങ്ങളിനകത്തൂടെ രോഗാണുക്കളുണ്ട്. ഇതെല്ലാം പഠിപ്പിച്ചാൽ പോരെ? വെള്ളം തിളപ്പിച്ച് കുടിക്കണമെന്ന് പഠിപ്പിക്കുന്ന പോലെ തന്നെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാ ഇത്. ഇതൊന്നും ഈ അത്ഭുതകരമായി ഇതിനകത്തിരിക്കുന്നേ. ജാതി സമൂഹം കൊണ്ടാടോ അതൊക്കെ ഉണ്ടായത്.